ഈ ശബ്ദം നമുക്ക് പരിചയമുണ്ട്. ഇവരുടെ ഈ സംസാരത്തിന്റെ ഭാഷയും ഈ സംസാരത്തിലെ പദപ്രയോഗങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല. നമുക്കിത് കേട്ട് ശീലമുണ്ട്. പക്ഷെ നമ്മളത് കേട്ടത് BJP നേതാക്കന്മാരിലായിരുന്നു, RSS നേതാക്കന്മാരിലായിരുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള വർഗീയവും വംശീയവുമായ അവരുടെ പ്രവർത്തനങ്ങളുടെ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാലയായിട്ടുള്ള ആ ഗുജറാത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് വരുന്ന സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുമിച്ച് ഗുജറാത്തിൽ ഒരു റാലി നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ മണിക്കൂറുകളിൽ. എന്നിട്ട് ആ സമയത്ത് അമിത്ഷാ നടത്തിയൊരു പ്രസംഗമുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്താ അമിത്ഷാ നടത്തിയ പ്രസംഗം? നിങ്ങൾക്ക് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകണോ, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആവാതിരിക്കണോ, അതിന് BJPക്ക് വോട്ട് ചെയ്യുക. ഈ നെയിം സെൻട്രിക് ആയിട്ടുള്ള പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഈ ഭാഷ നമുക്ക് പരിചയമുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോ AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതിന് പിന്നെ താല്പര്യം എന്താണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പായിട്ടൊരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി ആദ്യം തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയാണ് മത്സരിച്ചത്. അപ്പോ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ ഉപയോഗിക്കണമെന്ന് ഇവർക്ക് ശാഠ്യം? എന്താണ് SNDPയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BDJS മത്സരിക്കുമ്പോൾ SNDP എന്നവർ വിളിക്കുന്നില്ലല്ലോ, അതിനെ BDJS എന്ന് തന്നെ വിളിക്കാനുള്ള ആഗ്രഹിക്കുന്നത്. BDJS എന്ന് പോലും പറയുന്നില്ല, ND എന്നാണ് CPM നേതാക്കന്മാർ പറയുക. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആ പേര് തന്നെ ഉപയോഗിക്കണം എന്ന താല്പര്യം എന്താണ്? അത് അഹമ്മദ് പട്ടേൽ എന്ന പേരിനെ എങ്ങനെയാണോ സംഘപരിവാർ സംഘടനകൾ അവസാന ഘട്ടങ്ങളിൽ ഗുജറാത്തിൽ ഉപയോഗിച്ചത്, അതേ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ഒരു പുതിയ രൂപത്തെ CPM കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. നോക്കൂ, മലപ്പുറവും കാസർഗോഡും എന്ന് പറഞ്ഞ സജി ചെറിയാൻ എന്തുകൊണ്ടാണ് പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും പറയാതെ പോകുന്നത്? അത് പറയാതെ പോകുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾ പറയുന്ന പേരിന്റെ രാഷ്ട്രീയം അത് മലപ്പുറവും കാസർഗോഡും പറഞ്ഞാലാണ് ധ്രുവീകരണം ഉണ്ടാവുക എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാം. നമുക്കറിയാം, സ്വാഭാവികമായി ജനാധിപത്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ജനാധിപത്യത്തിന്റെ ആധുനിക ജനാധിപത്യത്തെ സംസാരിക്കുന്ന റൂസോ തന്നെ പറയുന്നുണ്ട്, ജനാധിപത്യം പൂർണ്ണ വിജയകരമായ ഒരു പദ്ധതിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ സ്വഭാവം എന്താണ്? അത് പ്രാതിനിധ്യ സ്വഭാവമാണ്. അവിടെ ഡെമോക്രാറ്റിക്കലായ സ്ട്രക്ചറും പോപ്പുലേഷൻ സ്ട്രക്ചറും ഒക്കെ ജനാധിപത്യത്തിനെ പോസിറ്റീവായി ബാധിച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവായിട്ട് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ മലപ്പുറത്ത് സ്വാഭാവികമായി ജയിച്ചു വരുന്ന ആളുകളിൽ മലപ്പുറത്തെ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചർ അനുസരിച്ചാണ് അവിടുത്തെ ആളുകൾ വിജയിച്ചു വരിക. ഇത് ഞങ്ങൾ മാത്രമല്ല, 33-ൽ 27 മുസ്ലിം സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു. അതാണ് സജി ചെറിയാൻ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ചത്. ഞാൻ ചോദിക്കട്ടെ, തോറ്റ 33 പേരുണ്ടല്ലോ അജിംസ്, തോറ്റ 33-ൽ എത്ര പേർ ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് ഉണ്ട്? നിങ്ങൾ പരിശോധിക്ക്. CPMന്റെ ഇടതുപക്ഷത്തിന്റെ തോറ്റ 33 പേരിൽ 23 പേര് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ എന്ത് വ്യത്യാസം എവിടെ ഉണ്ടായത്? എന്ത് പ്രശ്നം എവിടെ ഉണ്ടായത്? പറയുന്ന കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിലെ നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ